ലോക പരിസ്ഥിതി ദിനത്തിൽ ചൊക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. വൺ കേരള ആർട്ടിലറി ബാറ്ററി NCC തലശ്ശേരിയുടെ നേതൃത്വത്തിലാണ് ചൊക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചത്. പരിപാടിയുടെ ഉദ്ഘാടനം വൺ കേരള ആർട്ടിലറി ബാറ്ററി NCCയുടെ സുബൈദാർ മേജർ അഡ്വിൻ ജോസ് നിർവഹിച്ചു. ഒത്തിരി ക്ലൈമറ്റിനൊക്കെ ഒത്തിരി പ്രോബ്ലം ഉണ്ടായിരിക്കും. എവിടെ നോക്കിയാലും മരങ്ങളൊക്കെ വെട്ടി ബിൽഡിംഗ് വീട് ഇതൊക്കെ എല്ലാം ഉണ്ടാക്കാൻ തുടങ്ങി. ഇനി ഇതിനെ നമ്മൾ ഒന്ന് റീചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സമയത്തിൽ ഒരു മരം നട്ട് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇനി നാളെ ഞങ്ങളെപ്പോലെ വലുതാവുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല ഒരു ഇതായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഈ വർഷം ഈ ഒരു പ്രോഗ്രാം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് ഇത് എല്ലാ സ്ഥലത്തിലും, എല്ലാ സ്കൂളിലും, എല്ലാ കോളേജിലും ഇതുപോലെ കാലി സ്ഥലത്തിലൊക്കെ മരങ്ങൾ നടുന്ന ഒരു പ്രോഗ്രാം നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇവിടെയും അത് കണ്ടിന്യൂ ചെയ്യുന്നു. ചൊക്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ ടീച്ചർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹെഡ് മാസ്റ്റർ പ്രദീപ് കിനാത്തി, PTA പ്രസിഡന്റ് KTK പ്രദീപൻ, ഡെപ്യൂട്ടി HM സ്മിത NS, RG കൺവീനർ രജീഷ് PM, സ്റ്റാഫ് സെക്രട്ടറി ഗിരീഷ് കുമാർ TP, NCC ഓഫീസർമാരായ സജേഷ് കുമാർ, രവിത്ത് TV തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സ്ഥാപനങ്ങൾ അതോടൊപ്പം തന്നെ മറ്റുള്ള എല്ലാ ആളുകളും മരം വെച്ചു കൊടുത്തു, ചെടി വെച്ചു കൊടുത്തു. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ വെച്ചുപിടിപ്പിച്ച മരങ്ങളാണ് നമുക്ക് തണലേകി തന്നത്. അതിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം. മരം നടുക എന്നതിലപ്പുറം അതിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാമവിലാസത്തിലെ സീനിയർ കേഡറ്റ് മേജർ ശ്രീഭദ്ര S നന്ദി പ്രകാശനം നടത്തി. പരിപാടിയിൽ ചൊക്ലി രാമവിലാസം, ബ്രണ്ണൻ കോളേജ് തലശ്ശേരി, ബ്രണ്ണൻ സ്കൂൾ തലശ്ശേരി എന്നിവിടങ്ങളിലെ 100ഓളം കേഡറ്റുകൾ പങ്കെടുത്തു. ഇന്നത്തെ ദിവസം നമ്മുടെ സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ ധന്യമായ ഒരു നിമിഷമാണ്. പരിസ്ഥിതി ദിനത്തിൽ, ലോക പരിസ്ഥിതി ദിനമായ ഇന്നത്തെ ഒരു മഹത്തായ ദിനത്തിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം നമ്മുടെ ഈ ഒരു അങ്കണത്തിൽ നടത്താൻ കഴിഞ്ഞത് വലിയൊരു സന്തോഷമുണ്ട്. ഒരു മരം നട്ടുപിടിപ്പിക്കുക എന്ന് പറയുന്നത് തണലുണ്ടാക്കുക എന്നുള്ളതാണ്. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ഐക്യരാഷ്ട്രസഭ ആചരിക്കാൻ തുടങ്ങിയത് 1976 മുതലാണ്. നമുക്കറിയാം, നമ്മുടെ ലോകത്തെമ്പാടും പ്രകൃതിയെ അതിഭീകരമായ രൂപത്തിലാണ് മനുഷ്യ സമൂഹം ചൂഷണം ചെയ്യപ്പെടുന്നത്. അതിൻ്റെ ഭാഗമായി പ്രകൃതിയിൽ തന്നെ വിവിധ തരത്തിലുള്ള പ്രതിഭാസങ്ങൾ അനുഭവപ്പെട്ടതിൻ്റെ ഭാഗമായി അത് മാറ്റിയെടുക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി വായുവും അതുപോലെ തന്നെ ശുദ്ധമായ വായു ലഭ്യമാക്കാനും അതുപോലെ തന്നെ മണ്ണ് ജല സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രകൃതി ജീവിക്കുന്ന എല്ലാ ജീവജാലങ്ങളുടെയും ജീവിത വ്യവസ്ഥയിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വന്നതിൻ്റെ കാരണം നമ്മുടെ സൃഷ്ടിക്ക് തന്നെ കാരണമായിട്ടുള്ള നമ്മുടെ ഭൂമിയെ, നമ്മുടെ പ്രകൃതിയെ നമ്മൾ മറന്നുപോയതുകൊണ്ടാണ്. സമഗ്ര ന്യൂസ് പാനൂർ.